അല്ല എങ്ങോട്ടാ സാറ്? ഒരു ചോദ്യം പറച്ചിലൊന്നുമില്ലാതെ. സാവിത്രി കാണണം. എന്തോ കേട്ടില്ല. സാവിത്രി. ആ സാവിത്രി. അതെ, അവളുണ്ടോന്നാ ചോദിച്ചത്. എനിക്ക് അവളെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അതെന്താ? ഇതെന്റെ വീടാ. നിന്നെ പോലുള്ള അലവലാദികൾക്ക് കയറിയുള്ള സ്ഥലമല്ല. അതാണ് ഓർത്ത്. എന്താ ശരിയാട്ടാ? കൈയൊക്കെ സുഖമായോ? ഓ, പിന്നെ എന്താടി ഇവര് വിലക്ക് വാങ്ങിച്ചിരിക്കുവാണോ? ഒരുത്തൻ കിടന്ന് കുറയ്ക്കലുണ്ടല്ലോ. നിന്നെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാനവനെ പോൻ. വേണ്ട ശരിയാട്ടാ, സാരമില്ല, പോട്ടെ, ക്ഷമിക്കേ. ഇനി നിന്നെ കാണാൻ ഞാനിങ്ങോട്ട് വരികയല്ല. വന്നാ ഞാൻ അവൻ എന്തെങ്കിലും ചെയ്തു പോകും. ആ, നീ എന്നാ വീട്ടിലേക്ക് വരുന്നേ? ഞാൻ വരാം. വീട്ടിലെല്ലാവർക്കും? അവിടെ ആർക്കും വിശേഷമൊന്നുമില്ല, സുഖം തന്നെ. ഞാൻ പോട്ടെ. അടുത്ത ദിവസം വരണം കേട്ടോ. സാത്രി, ഇവൻ എന്തിനാ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നേ? ഈ കാളവണ്ടിക്കാരൻ. ദേ, ഇതൊന്നും നല്ലതല്ല, നമുക്ക് കയറുന്നതല്ല. എനിക്കെന്റെ ആങ്ങളെ പോലെയാ. ആങ്ങളെ പോലെ? ആങ്ങളെയല്ലോ. ഇതൊക്കെ പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കൂ? അടുത്ത വീട്ടിലെ ഒരു കാളവണ്ടിക്കാരൻ. നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു. ആ ബന്ധം അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. എനിക്ക് സാവിത്രിയെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. സാവിത്രി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നാളെ ഇവിടുത്തെ ഗ്രഹനായികയാകേണ്ടവളാണ് നീ. ഞാൻ പറഞ്ഞ സത്യമാണ്. അങ്ങനെയുള്ള നീ ഈ ചുറ്റുപാടുള്ളവർ നിന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങും. അതെനിക്ക് സഹിക്കില്ല സാവിത്രി. പിന്നെ നിന്റെ ഇഷ്ടം. എന്തിനാ ഇതെടുത്തത്? ഞാനിതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ. ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. സാവിത്രി എനിക്കുന്നത് ഈ കുപ്പിവളയാണ്. ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കട്ടെ. ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഇതെന്താ ഇവിടെ? ഇതൊരു ഗസ്റ്റ് ഹൗസാ. നമുക്ക് മഴ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാം. അങ്ങോട്ടുള്ള വഴിയും വളരെ മോശമാണ്. തന്നെയുമല്ല, ആ സമയത്ത് നിന്നെ കൊണ്ടുപോകുന്നത് ശരിയല്ല. വാ, ഇറങ്ങ. ഉത്സവം കലങ്ങിയത് സാറിന് കോളായി. അടിച്ചോണ്ട് വന്നല്ലോ ഒന്നിനെ. സാറേ, കഴിഞ്ഞ പ്രാവശ്യം സാർ ഡാൻസ് ഏരിയ കൊണ്ടുവന്നല്ലോ. അവളെ ഇന്നലെ ഇതേ മുറിയിൽ അപ്പു സാറ് കൊണ്ടുവന്നിരുന്നു. താൻ മിണ്ടായിരുന്നേ, താൻ വിളിച്ചിട്ടോ? നിനക്കിതൊക്കെ പിഴിഞ്ഞ് ഉണക്കായിട്ടൂടായിരുന്നു? വേണമെന്നില്ല. വാച്ചർ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഞാൻ പോവാണ്. സാത്രി, നീ പോയെന്നാ പറഞ്ഞേ? ഞാൻ പോകും. നിന്നെ എന്നെ ഞാൻ അറിഞ്ഞില്ല. നീ ഇവിടുന്ന് എന്റെ രക്ഷപ്പെടാൻ പറയുന്നേട്ടോ? നീ പോവല്ലേ? സാത്രി, നിന്നെ ഇപ്പൊ എനിക്ക് എന്ത് വേണം ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യില്ല. നിന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊടില്ല. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു സാവിത്രി. സാവിത്രി, സാവിത്രിയെ കണ്ട നിമിഷം മുതൽ ഞാൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മുഖത്ത് നോക്കിയിട്ടില്ല. നിന്നെ പോലെ പരിശുദ്ധിയും സുന്ദരിയുമായ ഒരു പെണ്ണിന്റെ ഭർത്താവാനുള്ള യോഗ്യത എനിക്കില്ലായിരിക്കും. പോട്ടെ. സാവിത്രിക്ക് അറിയാം സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം.
അതിന്റെ വേദന അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവനാണ് ഞാൻ. സാവിത്രി, ഞാൻ സാവിത്രിയെ വിവാഹം കഴിച്ചോട്ടെ? എനിക്ക് ഒരു ജീവിതം തരില്ലേ? നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കാം. സാവിത്രി, നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകണ്ട. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഇതാ ഇപ്പൊ ഒരു ബസ്സുണ്ട്. ഞാൻ സാവിത്രിയെ ബസ് സ്റ്റാൻഡിൽ വിടാം. അതാ നല്ലത്. ഉച്ച കഴിഞ്ഞ് ഞാനങ്ങെത്താം. വരൂ. മില്ലിന്ന് തന്നതാ. പണം വേണമല്ലേ? നാളെ തരാം. ശിവരാമ, ഒന്ന് വരൂ. എന്താ വേണ്ടേ? ഇതിന്റെ പുറത്ത് അന്ന് ഒന്നെടുത്തു തരൂ. എന്താ കൊച്ചമ്മേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തോളാം. ഇതൊന്ന് പിടിച്ചു തരൂ. ഞാൻ പോണു. എന്തിനാടി ഇത്രയും വില കൂടിയതൊക്കെ മേടിച്ചത്? അവൾ ഉടുത്തോട്ടമ്മേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നല്ലേ. അമ്മയ്ക്ക് എന്നാ കടമൊക്കെ കൊടുത്തു വീട്ടിട്ട് ബാക്കിക്ക് അരി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചേക്ക്. അല്ലെങ്കിൽ അച്ഛൻ കൊണ്ട് കുടിച്ചു കളയും. ഇപ്പൊ അച്ഛന് കുടിയില്ല പിടിയില്ല. മോള് പോയതിനു ശേഷം പണ്ടത്തെ പിന്നത്തെ ദാരിദ്ര്യം. അച്ഛനൊന്നും ഇല്ലേടി മോളെ. ഒരു ₹2 ആടി കള്ളു കുടിക്കാനായിട്ട് വാ കഴിക്കുന്നു. അച്ഛൻ കള്ളു ഷാപ്പിലേക്കുള്ള വഴി മറന്നതായിരുന്നു. സാവിത്രി, നീ എപ്പോഴാ പോകുന്നത്? നാളെ രാവിലെ പോണം. ഞാനും ആ വഴിക്കാ പോകുന്നത്. ഞാൻ കൊണ്ട് വിട്ടേക്കാം.